പ്രാർത്ഥനയുടെ 5 രീതികൾ ഈ സായാഹ്ന ധ്യാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ. മത്തായി 9:16 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു പുരുഷാരം യേശുവിനെ തിക്കിപ്പോകുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിത്തൊട്ടു. ആ നിമിഷം രോഗം വിട്ടുമാറി. യേശു തിരിഞ്ഞു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസ് പറഞ്ഞു, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഒരുമിക്കൊണ്ടിരിക്കുകയല്ലേ. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വിശ്വസിക്കുന്നു, പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ. എൻ്റെ മകൾക്ക് വയസ്സ് 29. ഇന്ന് രാത്രി മുതൽ ഒരമ്മ പ്രാർത്ഥിക്കണം. ഇന്നേക്ക് 90 ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്ന മകനെ ഓർത്ത് സ്തോത്രം ചെയ്യും. നാളെ 89 ദിവസത്തിനുള്ളിൽ, മറ്റന്നാൾ 88 ദിവസത്തിനുള്ളിൽ കണക്ക് പറഞ്ഞ് വ്യവസ്ഥ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചോണം. അതാ വിശ്വാസം. കിട്ടും എന്ന ഉറപ്പ്. ഒരു പെരവണി ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. പ്രാർത്ഥിക്കണം. ഇന്നേക്ക് 120 ദിവസങ്ങൾക്കുള്ളിൽ നീ എനിക്ക് തരുന്ന വീടിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. നാളെ 119 ദിവസങ്ങളിൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ കാക്കയുടെ ചുണ്ടിൽ ഏലിയായിക്ക് അപ്പം കൊടുത്ത ദൈവത്തിന് ഇടപെടലുണ്ടാകും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ. തൊടുപുഴ MLA PJ ജോസഫ് എൻ്റെ കുടുംബ സുഹൃത്താണ്. ഞാനുമായിട്ടും 45 വർഷത്തെ ഒരു പരിചയമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഔസേപ്പച്ചൻ എന്നാണ്. ഔസേപ്പച്ചൻ. ഞാൻ സഭയുടെ പ്രൊവിൻഷ്യൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുക്കൽ ഒരു സാറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ആ സാർ എനിക്ക് 1.5 ഏക്കർ റബ്ബർ തോട്ടം തന്നു. കപ്പുച്ചൻ സഭ എന്തെങ്കിലും ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട്. ഞാനവിടെ വലിയ സ്ഥാപനം എടുത്തു, സെൻറ്റ് ആൻ്റണി മേഴ്സി ഹോം. 18 വയസ്സ് പൂർത്തിയായ ഭിന്നശേഷിക്കാരായ ആൺപിള്ളേർക്ക് വേണ്ടി. ഇപ്പം 22 പേര് അവിടെ താമസിക്കുന്നു. 3 അച്ഛന്മാർ ജോലി ചെയ്യുന്നു. അത് ജോസഫിൻ്റെ വീടിൻ്റെ അടുക്കലാണ്, പുറപ്പേഴ. അപ്പോൾ ഒരിക്കൽ ഞാൻ പണിക്കാരുടെ കണക്ക് നോക്കാൻ ചെന്നപ്പോൾ ജോസഫ് മോനെ കൊണ്ട് വന്നു. ജോസഫിൻ്റെ മോനും ഒരു ഭിന്നശേഷിക്കാരനുണ്ടായിരുന്നു, മരിച്ചിട്ട് 2 വർഷമായിരുന്നു. ജോസഫ് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ വരെ വന്ന് പശുക്കൂട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ജോസഫിന് അന്ന് 36 പശുക്കൾ. ദിവസം 1000 ലിറ്റർ പാല് തൊഴുപുഴ മിൽമയിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വിടുന്ന ഒരു പശു ചന പിടിച്ചാൽ 2-ാം മാസം ഇളകി പോവുകയാണ്. അച്ഛൻ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഔസേപ്പച്ച, എരുമ, ആട്, പശു ഒക്കെ ഒക്കും. അത് പക്ഷേ മനുഷ്യന് അത് ഒക്കുമോയെന്ന് എനിക്കൊരു സംശയം. PJ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസമല്ലേ അച്ഛൻ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഊറാല ആനാമ്പള്ളം പ്രാർത്ഥനാ പുസ്തകം ജോസഫ് എടുത്തു വെച്ചിരുന്നു. ജോസഫും ശാന്തമ്മ ചേച്ചിയും അപ്പവും എല്ലാവരും നിരന്നു. മേഘാലയക്കാരൻ പണിക്കാരനും അവിടെ നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, നല്ലവനായ ദൈവമേ, അച്ഛനായ എൻ്റെ മങ്ങിയ വിശ്വാസം നോക്കാതെ ജോസഫിൻ്റെ കുടുംബത്തിൻ്റെയും ബലമുള്ള വിശ്വാസം കണ്ട് നിൻ്റെ അത്ഭുതത്തിൻ്റെ അടയാളമായി ഈ ഓസ്ട്രേലിയൻ പശുവിന് ഒരു ഇന്ത്യൻ ചന കൊടുത്ത് അനുഗ്രഹിക്കണേ. ഒഞ്ഞക്ക് ആനാമ്പള്ളം അകിട്, വാല്, കൊമ്പ്, വയറ് എല്ലായിടത്തും വീണു. ഞാൻ ഭരണങ്ങാനത്തേക്ക് പോയി. പിന്നെ കുറേ നാൾ ഞാൻ ജോസഫിനെ വിളിച്ചില്ല. ചന പിടിച്ചില്ലെങ്കിൽ എനിക്കല്ലേ നാണക്കേട്. മാസങ്ങൾ കഴിഞ്ഞു PJ വിളിച്ചു, പുത്തമ്പരയച്ച, നമ്മുടെ വിശ്വാസം അത്ഭുതം പ്രവർത്തിച്ചു. പശു ചന പിടിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു പശുക്കിടാവിനെ പ്രസവിച്ചു. അച്ഛാ, ഞാനതിന് പേരിട്ടു അനാർക്കലി. അച്ഛന് വേണമെങ്കിൽ പേര് മാറ്റാം. അച്ഛൻ വീട്ടിൽ വന്ന് 1 തോടം പാലുകൊണ്ട് ചായ കുടിക്കണമെന്ന് ശാന്തമ്മ പറഞ്ഞു. ഞാൻ ചെന്നു, ചായ കുടിച്ചു, തിരിച്ചു പോയി. പിന്നീട് ജോസഫിൻ്റെ പാർട്ടിക്കാർ ഒരുമിച്ച് കൂടിയപ്പം PJ പറഞ്ഞു, TV കാണുന്ന പുത്തമ്പരേശനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിപ്പിച്ചതാണ്. ചന പിടിക്കാതെ പശുവിന് ചന പിടിച്ചു. ദൈവത്തിനായിരം നന്ദി. അന്ന് രാത്രി 10:30 ജോസഫിൻ്റെ സംസ്ഥാന ഭാരവാഹി ഇടുക്കി കോമളിയിൽ നിന്നും എന്നെ വിളിച്ചു. പുത്തമ്പരേശനാണോ? അതെ. ഔസേപ്പച്ചൻ്റെ പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നും ചന പിടിച്ചെന്നും പ്രസവിച്ചെന്നും കേട്ടു. നേരാണ് എന്ന് അദ്ദേഹം കള്ളം പറയല്ല, നേരാണത്. എൻ്റെ അച്ചു അങ്ങനെയാണ്. ഒട്ടും താമസിയാതെ വണ്ടിപ്പെരിയാറ്റിലെ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം. ഞാൻ എന്താ ഒരു പന്നിക്കൊട്ടെത്തി ഒരു ചനയും പിടിക്കാതെ കിടക്കുവാണ്. എന്തേലും കാണിച്ച് അതിനൊന്ന് നേരെയാക്കി തരണം. പലരും കാണുന്ന വിശ്വാസ വഴികൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം ചെയ്തു തരും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. ചെറിയ ത്യാഗമെടുത്ത്. സാവൂൾ ഉപവസിച്ചപ്പോൾ
ചെതുമ്പൽ അടന്നു. യേശു പറഞ്ഞു, ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. ചെറിയ ത്യാഗം. ആരോഗ്യം ഉള്ളവർ വെള്ളിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കാൻ പഠിക്കണം. ആരോഗ്യം കുറഞ്ഞവർ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കും. ആണ്ടുവട്ടം മുഴുവൻ. രോഗമുണ്ടോ, ഇഷ്ടപ്പെട്ട ചില ഐറ്റങ്ങൾ വേണ്ടാന്ന് വെക്കണം. അപ്പം ചെറിയ ത്യാഗം. മുട്ടുകുത്തി കുറേ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ത്യാഗമുണ്ട്. കൈ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരന്നോവും ഒരു ചെറിയ ത്യാഗമുണ്ട്. ആണുങ്ങളെക്കാൾ ത്യാഗമെടുക്കാൻ കഴിവ് പെണ്ണുങ്ങൾക്കാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി ഉലുക്കം, സഹിക്കുകയല്ല. പക്ഷെ പെണ്ണുങ്ങൾക്കോ തലച്ചോറിൽ പഴുപ്പ. എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ചാൽ അറിയായിരുന്നു തലവേദന മാറുമോ. കുടൽ പഴുത്ത് പൊട്ടുക. മല്ലിക്കാപ്പി കുടിച്ചാലറിയാം വലിയ മൂളൽ മാറുമോ. സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ. ഒറ്റ പ്രസവം ലോകാവസാനം. ഈ പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മോനുണ്ടായപ്പോൾ എന്തൊരു വേദനയായിരുന്നു, ഇനിയൊന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ ദൈവമേന്ന് ദൈവത്തോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. അങ്ങനെ ചോദിച്ച് ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. സഹനശക്തി സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. കുഞ്ഞുങ്ങൾ അമ്മയോട് കൂടുതൽ വർത്താനം പറയും. അമ്മയെ ആശ്രയിച്ചത്. പനി വന്നപ്പോൾ ഉറക്കളിച്ചു. കുർബാനയ്ക്ക് പള്ളി കൊണ്ടുപോയി. കുരിശ് വച്ച് പഠിപ്പിച്ചു. മല കയറാൻ കൊണ്ടുപോയി. അതുകൊണ്ട് അമ്മയോട് മക്കൾക്ക് സ്നേഹവും അപ്പനോട് ബഹുമാനമാണ്. വർത്തമാനം അമ്മയോടാ. അമ്മേ ചെരുപ്പ് എന്തിയേ, അമ്മേ ഫോൺ എന്തിയേ, അമ്മേ കൊട എന്തിയേ, അമ്മേ തുണി എന്തിയേ. അമ്മയോട് ചോദിക്കും. അപ്പനോട് ഒറ്റ ചോദ്യം, അപ്പാ അമ്മ എന്തിയേ ഇത്ര ചോദിക്കത്തുള്ളൂ. അപ്പം ത്യാഗം എടുക്കാനുള്ള കഴിവ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കത, തലക്കനം ജാട ഇല്ലാതെ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം. കാരണം പിള്ള മനസ്സിൽ കളവില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഒളിക്കാൻ അറിയത്തില്ല. പോസ്റ്റ്മാൻ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കത്തുകളൊക്കെ തിരിയുമ്പോൾ ഒരു പ്രത്യേക കവറിൻ്റെ പുറത്ത് വെണ്ടയ്ക്ക മുഴുവൻ അഡ്രസ് ടു മിസ്റ്റർ ദൈവം സ്വർഗം പിയോ ആകാശം വഴി ഫ്രം ഭൂലോകം ഒരഡ്രസ് പോസ്റ്റ്മാൻ കവർ പിടിച്ചപ്പോൾ ഒരു വെള്ളക്കടലാസിൻ്റെ 2 പുറങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയുടെ പരാതി. ദൈവമേ, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അമ്മയ്ക്ക് വാദം, അപ്പന് രോഗം, ആകെ ബുദ്ധിമുട്ടുന്നു. നീ എന്നും പാവങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് അമ്മ പറഞ്ഞു കേട്ടു. ഇന്നും നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോട് അയച്ചു തന്ന് നിന്റെ സ്നേഹം ഒന്ന് കാണിക്കണം. സ്വന്തം കൊച്ചുമോൻ പുറം ഭൂലോകം അഡ്രസ്സും ഒപ്പും. കാശില്ലാത്ത പോസ്റ്റ്മാൻ എടുത്തു ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക പ്രാർത്ഥന. പലരോട് ചോദിച്ചു 100 രൂപ കിട്ടി. ഈ അഡ്രസ്സിൽ 100 രൂപ അയച്ചു, കീഴേ കുറിച്ചു. ദൈവം കാരുണ്യവാനാ. അത്യാവശ്യം വരുമ്പം പറയാൻ മടിക്കേണ്ട. 1 മാസം കഴിഞ്ഞ് പോസ്റ്റ്മാൻ കത്ത് നോക്കുമ്പോൾ ഇരട്ടി മുഴുപ്പിൽ മുഴുത്ത കവറിൽ ടു മിസ്റ്റർ ദൈവം സ്വർഗം ബിയോ ആകാശം വഴി ഫ്രം ഭൂലോകം. പോസ്റ്റ്മാന് മനസ്സിലായി ഉദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ പാഴ്സലായിട്ട് വരുന്നു. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ 2 കടലാസിൻ്റെ 4 പുറങ്ങളിലായി കുഞ്ഞിൻ്റെ കത്ത്. ദൈവമേ, നീ പാവങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അമ്മ പിന്നെയും പറഞ്ഞു. നിന്റെ രീതി 200 ചോദിച്ചാൽ 400, അല്ല ചോദിച്ച് 200. തീർച്ചയായിട്ടും നീ 200 അയച്ചിട്ടുണ്ട്. പക്ഷെ കള്ള പോസ്റ്റ്മാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കണം. സ്വന്തം കൊച്ചുമോൻ പ്രംഭൂലോകം. കയ്യിലെ കാശും പോയി തെറി പാഴ്സലായിട്ട് പുറകെ വരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത പ്രാർത്ഥനയിൽ വേണം. ഞാൻ എരുമേലിയെടുത്ത് കൊല്ലമള പള്ളിയിൽ ധ്യാനിപ്പിക്കുക. കപ്പുച്ചയും മിഷ്യൻ ധ്യാനം. വീട് വെഞ്ചിരിക്കണം. രാവിലെ 8 മണിക്ക് ഒരു വീട് വെഞ്ചിരിക്കാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീ ചെറിയ മോനെ എളിയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്നെ കണ്ടു. ഇതൊക്കെ ഉടുപ്പിട്ട അച്ഛന്മാരെ കണ്ടിട്ടില്ല. അവൻ അമ്മയോട് ചോദിച്ചു, എന്നതാ അമ്മേ ഇത്? അമ്മ ഇതല്ല, ഈശോയ സ്തുതിയല്ല. കൊച്ചു സ്തുതിയല്ലേ. ബെഞ്ചിന് പിഴിഞ്ഞ് പോരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് കയറിൻ്റെ പന്തൽ പച്ച കോവയ്ക്ക കയറി തൂങ്ങിക്കിടന്നു. 5-6 ഇളം കോവയ്ക്ക പറിച്ച് കറുമുറ
കഴിച്ചു തന്നു. ഉടനെ കൊച്ച അമ്മയോട്, നോക്കമ്മേ ദാണ്ടെ ഈശോ നമ്മുടെ കോവയ്ക്ക മൊത്തം പറിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും അറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ട് എന്നൊരു സ്ഥലം. അച്ഛനെ കാണാൻ ചെന്നു വൈകിട്ട് 4 മണിക്ക്. അച്ഛനെ വിടില്ല. തൊട്ടടുത്ത് എൻ്റെ സ്വന്തക്കാരുടെ വീട്. അവിടെ രാത്രി കിടന്നു. രാവിലെ 6-ന് എഴുന്നേറ്റ് 7-ൻ്റെ കോട്ടയം ബസ്സിന് പോരാനൊരുങ്ങുക. അപ്പോൾ 4 വയസ്സുള്ള ഒരു കൊച്ചുമോൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒരു ടൂത്ത് ബ്രഷുമായിട്ട് എൻ്റെ അടുക്കുന്നു. പേസ്റ്റ് പുത്തന, ബ്രഷിൻ്റെ ചകിരിയെല്ലാം വിടർന്നിരിക്കുന്നു, ആരോ തേക്കുന്ന ബ്രഷ് പോലെ. ഞാൻ പറഞ്ഞു, മോനെ അച്ഛനെങ്കിൽ വില കൊണ്ട് വെച്ചോളാം, നിങ്ങൾ തേക്കുന്ന ബ്രഷാണെന്ന് കാണുമ്പോൾ അറിയാം. പിന്നെ കൊച്ചിൻ്റെ മറുപടി, അയ്യോ അച്ഛ, ഇത് ഞങ്ങളാരും തേക്കുന്നല്ല, വിരുന്നുകാർക്ക് വെച്ചേക്കുന്ന ബ്രഷാണിത്. ഇതാണ് കുഞ്ഞിൻ്റെ മറുപടി. ഒളിക്കാൻ അറിയത്തില്ല, നേരെ വാ നേരെ പോ. നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം. 2 കൊച്ചുകുട്ടികൾ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് ബസ്സിൽ കയറി. വീട്ടുകാർ കയറ്റി വിടില്ല, കണ്ടക്ടർ ഉണ്ടല്ലോ. കുന്നംകുളം ആയപ്പം പറഞ്ഞു, കണ്ടക്ടർ സാറേ കോട്ടയ്ക്കലാകുമ്പം ഒന്ന് പറഞ്ഞേക്കണം. കണ്ടക്ടർ പറഞ്ഞു, ആകുമ്പം പറയാം, ഇരുന്നോളാൻ പറഞ്ഞു. പിള്ളേർ ഉറങ്ങിപ്പോയി. കോട്ടയ്ക്കൽ വണ്ടി വന്നപ്പോൾ ആരും കയറാനും ഇറങ്ങാനുമില്ല. ഡ്രൈവർ കാല് കൊടുത്ത് വണ്ടി മുമ്പോട്ട് വിട്ടു. ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ, കോട്ടയ്ക്കലാകുമ്പം പറയണമെന്ന്. ഒന്നെങ്കിൽ വേറെ വണ്ടി കയറ്റി വിട്, അല്ലെ എന്താണ് ചെയ്തു കൊടുക്കുക. അരിശം എന്ന കണ്ടക്ടർ പറഞ്ഞു, എന്നിട്ട് പോടാ, ഇതാണ് കോട്ടയ്ക്കൽ. ഇപ്പം മൂത്തോൻ പറഞ്ഞു, സാറേ ഇറങ്ങുമൊന്നും വേണ്ട, പിന്നെ അമ്മ പറഞ്ഞായിരുന്നു കോട്ടയ്ക്കൽ ചെല്ലുമ്പം ബിസ്ക്കറ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഒരെണ്ണം അനിയന് കൊടുക്കണമെന്നാണ് പറഞ്ഞ്. അതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കണം, ഉള്ളിൽ കള്ളമില്ലാതെ. അവസാനമായി 5, പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കണം. 1 വിശ്വാസത്തോടെ, 2 ത്യാഗത്തോടെ, 3 കുഞ്ഞുങ്ങളെ നിഷ്കളങ്കതയോടെ, 4 എളിമയോടെ പ്രാർത്ഥിക്കണം. എന്താ എളിമ? ലൂക്കാ 18, 8 മുതൽ 15 വരെ. പരിസേയൻ അഹന്തയോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരന് എളിമയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ അച്ഛന്മാരോട് ആ പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. പ്രായമായ കാരണവന്മാരോട് ചോദിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഒരാളെ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഒരാളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ എളിമ ദൈവം കാണുക. ഞാൻ പറയുന്നത് എന്താ, എന്നേക്കാൾ ദൈവസന്നിധിയിൽ നിനക്ക് സ്വാധീനമുണ്ട്, നീ പ്രാർത്ഥിക്കണം. ഇതാണ് എളിമ. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ 6.5 വർഷക്കാലം. 2ാം ശനിയാഴ്ചയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. 3:30 ആൾക്കാർ പോകും. ഒരു 2ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞ് വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വരുന്ന മീൻ കച്ചവടക്കാരിയായ ഒരു ആൻറ്റി ദുഃഖത്തോടെ പള്ളിയുടെ വാദപ്പടിയിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഭർത്താവ് സൗദിയിലാണ്, അറബി ക്രൂരന, 85,000 ഇന്ത്യൻ രൂപ ശമ്പളം കിട്ടാനുണ്ട്, പാസ്പോർട്ടും പിടിച്ചു വച്ചിരിക്കുന്നു. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് അത് കിട്ടിയാൽ 10-1 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് തന്നേക്കാം, പ്രാർത്ഥിക്കാൻ കെട്ടിയവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. പിറ്റേ മാസം പലകൂട്ടം കാര്യങ്ങൾ കഴിയും. പ്രാർത്ഥനാ വിഷയം ഞാൻ മറന്നുപോയി. പിറ്റേ 2ാം ശനിയാഴ്ച എല്ലാവരും പോയി കഴിഞ്ഞു. പള്ളിയുടെ വാദപ്പടിയിൽ ഈ ആൻറ്റി ചെറിയ ചിരിയോടെ ഇരിക്കുന്നു. എനിക്കൊരു പമ്മല് ജാളിത. പ്രാർത്ഥന മൊത്തം മറന്ന ആളാണ് ഞാൻ ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, അറബിക്ക് മാറ്റം വല്ലതും ഉണ്ടോ എന്ന്. എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കഴിഞ്ഞ മാസം പിടികിട്ടി. പറഞ്ഞതിൻ്റെ 10ാം ദിവസം അറബി ശമ്പളവും കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. ഇന്നലെ കെട്ടിയവൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പ്രാർത്ഥന കിട്ടിയതാടി, കൊടുത്തേക്കണം 8,500. ഉണ്ടച്ച ദീർഘ മടിയിൽ പ്ലാസ്റ്റിക് ഗ്ലാസിൽ ചുരുട്ടി വെച്ച 100-ൻ്റെ 85 നോട്ട് മത്തിയുടെ ചെലുമ്പിലും അതിൻ്റെ ഉഴുമുമായിട്ട് എൻ്റെ നേരെ തന്നു. കാശില്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, തന്നേരെ, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ മറന്നാലും ദൈവം മറക്കുകയല്ല. പ്രാർത്ഥന ഏൽപ്പിക്കുന്നത് ദൈവം കാണും. ആ നിമിഷത്തിൽ ദൈവം പ്രവർത്തിച്ചിടും. നിങ്ങൾക്ക് പ്രശ്നം വന്നോ? പോട്ട, കുളത്തുവയൽ, ഓരോരോ വലിയ വലിയ ധ്യാനമന്ദിരങ്ങൾ ചുമ്മാ നിയോഗം എഴുതി അയക്കണം. എഴുതുമ്പം ദൈവം ഉത്തരം തരും. എളിമപ്പെടുന്നത് ദൈവം കാണുക. അവസാനമായി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. അതാണ് 5ാമത്തെ രീതി.
യേശു 2 പ്രാവശ്യം ബൈബിളിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 അത്ഭുതം. മത്തായി 23:34 വാക്യം മുതൽ 24 2 വാക്യം വരെ. ബത്ഭഗയിൽ നിന്ന് ജെറുസലേമിനെ നോക്കി യേശു കരഞ്ഞു. 37 വർഷം കഴിഞ്ഞ് ആ നഗരം തകർന്നു വീണു. രണ്ടാമത് യേശു കരഞ്ഞത് യോഹന്നാൻ 11:35 ലാസറിൻ്റെ കല്ലറയ്ക്കൽ. ലാസർ ഉയർത്തു വന്നു. കരഞ്ഞു പ്രാർത്ഥിച്ചു. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് ഒലുക്കും. ആട്ടുകുഞ്ഞ് കരഞ്ഞോ തള്ളയാട് കുത്താൻ നോക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും തള്ളക്കോഴിയെ പോലെ. കുർബാനയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ഈശോ ഇറങ്ങി വരും പെറ്റ തള്ളയെ പോലെ. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പവർ. ഭൂമിയിൽ എല്ലാ ദ്രാവകങ്ങളും തറയെ വീഴും. പാല്, തേന്, എണ്ണ, വെള്ളം. തറയെ വീഴാത്ത ഒരു ദ്രാവകമേ ഉള്ളൂ. നൊന്തുപെറ്റ അമ്മയുടെ കണ്ണുനീര്, ജനിപ്പിച്ച അപ്പൻ്റെ കണ്ണുനീര്. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. ഓഗസ്റ്റ് അവസാനം മകന് വേണ്ടി കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരമ്മയുടെ തിരുനാൾ വിശുദ്ധ മോനിക്ക. പിറ്റന്നാൾ അമ്മ കരഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട മകൻ്റെ തിരുനാൾ വിശുദ്ധ അഗസ്റ്റിൻ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം.